തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്നു. എവിടെയും തിരഞ്ഞെടുപ്പ് ആരവമാണ്. UDFന്റെ പോരാളി മുരളീധരനും LDFന്റെ സംശയമുറ്റ പ്രതീക്ഷയായ സുനിൽകുമാറും കരതീരാത്ത പൂരപ്രേമികളാണ്. പൂരത്തിൽ ഒരു പ്രശ്നം വന്നാൽ ഇരുവരും കൈകെട്ടി നോക്കി നിൽക്കില്ല എന്നത് ഒരു കാര്യം. അതിനൊപ്പം വിശ്വാസത്തിന്റെ കാര്യത്തിൽ മുൻനിരയിൽ ഇറങ്ങി നിൽക്കുന്ന BJPക്കാരും ഇക്കാര്യത്തിൽ ഒരു ഗോൾ അടിക്കാൻ നോക്കുമെന്നത് സംശയമില്ലല്ലോ. കേരളത്തിൽ ഒരു താമര വിരിയിക്കാൻ മോദിക്ക് സുരേഷ് ഗോപിയിലുള്ള പ്രതീക്ഷ ചെറുതൊന്നുമല്ല. തൃശൂരിലാണെങ്കിൽ കടുകട്ടി മത്സരമാണ് അരങ്ങേറാൻ പോകുന്നത്. K മുരളീധരൻ, VS സുനിൽകുമാർ, സുരേഷ് ഗോപി, മൂന്ന് മുന്നണിയും പ്രതീക്ഷ വെച്ചിരിക്കുന്ന തൃശൂർ ആര് നേടുമെന്ന കാത്തിരിപ്പിലാണ് ജനങ്ങളും. തിരഞ്ഞെടുപ്പ് ചൂടും പ്രചാരണങ്ങളും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തവണത്തെ തൃശൂർ പൂരവും എത്തുന്നത്. തിരഞ്ഞെടുപ്പിലെ വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പുറമെ തൃശൂർ പൂരത്തിന്റെ കാര്യത്തിലും തർക്കങ്ങളും പ്രശ്നങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞു. പൂരത്തിന്റെ ആനയെഴുന്നള്ളിപ്പിനുള്ള കുരുക്കായിരുന്നു വനം വകുപ്പിന്റെ സർക്കുലറായി ആദ്യം പുറത്തെത്തിയത്. 50 മീറ്റർ അകലെ ആളു നിൽക്കരുത്, 15-ന് മുമ്പ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹൈക്കോടതിയിൽ സമർപ്പിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളായിരുന്നു സർക്കുലറിൽ ഉണ്ടായിരുന്നത്. എന്നാൽ സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ തൃശൂർ പൂരത്തിന് ആനകളെ വിട്ടു നൽകില്ലെന്നായി ആന ഉടമ സംഘടന. മുഴുവൻ ആനകളുടെയും പട്ടികയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും സമർപ്പിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അമിക്കസ് ക്യൂറി ആനകളെ പരിശോധിക്കണം, ആരോഗ്യ പ്രശ്നങ്ങളും മദപ്പാടുമുള്ള ആനകളെ പൂരത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്നുമാണ് കോടതി വ്യക്തമാക്കിയത്. മദപ്പാട് അവസ്ഥയിലുള്ളതോ ഗർഭിണികളായിട്ടുള്ളതോ പ്രായാധിക്യം വന്നിട്ടുള്ളതോ അസുഖമുള്ളതോ പരിക്കേറ്റതോ ക്ഷീണിതമായതോ ആയ ആനകളെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല. 5-ൽ കൂടുതൽ ആനകളെ അണിനിരത്തുന്ന സാഹചര്യത്തിൽ പ്രത്യേകമായി രൂപീകരിച്ചിട്ടുള്ള എലിഫന്റ് സ്ക്വാഡിൽ നിന്ന് ആവശ്യാനുസരണം വെറ്റിനറി ഡോക്ടർമാരുടെ സേവനം നിർബന്ധമായും ഉത്സവ കമ്മിറ്റി ഉറപ്പുവരുത്തണം. എലിഫന്റ് സ്ക്വാഡുകളിലെ വെറ്റിനറി ഡോക്ടർമാർ ആവശ്യാനുസരണം മരുന്നുകളും മയക്കുവെടി വെക്കുന്നതിനുള്ള ഉപകരണങ്ങളും കരുതേണ്ടതാണ്. അംഗീകാരമില്ലാത്ത എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങളെ യാതൊരു കാരണവശാലും നാട്ടാനകളുമായി ഇടപെടാൻ അനുവദിക്കാൻ പാടുള്ളതല്ല. ഉത്സവത്തിന് ഉപയോഗിക്കുന്ന ആനകളുടെ പൂർവ്വ ചരിത്രം പരിശോധിച്ച് ആനകൾ മുൻകാലങ്ങളിൽ മനുഷ്യന് ജീവഹാനി വരുത്തിയിട്ടുള്ളതോ ഇടഞ്ഞ് മറ്റ് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുള്ളതോ അല്ല എന്ന് ഉത്സവ കമ്മിറ്റി ഉറപ്പുവരുത്തേണ്ടതാണ് തുടങ്ങിയവയാണ് വനം വകുപ്പ് സർക്കുലറിൽ പറയുന്നത്. ഹൈക്കോടതിയുടെ ഇടപെടൽ കൂടിയായപ്പോൾ പൂരം പ്രതിസന്ധിയിലായിരിക്കുകയാണോ എന്നതാണ് ജനങ്ങൾക്കിടയിലും സംശയമുണർത്തിയിരിക്കുന്നത്. ഹൈക്കോടതി ഇടപെടണ്ടായിരുന്നു എന്നതാണ് പാറമേക്കാവ് ദേവസ്വം ബോർഡിന്റെയും അഭിപ്രായം. തൃശൂർ പൂരത്തെ തകർക്കാൻ ശ്രമം നടക്കുന്നു, ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇടപെടേണ്ടിയിരുന്നില്ല, മറ്റു പൂരങ്ങൾ നടന്നപ്പോഴൊന്നും ഈ നിയന്ത്രണങ്ങൾ കണ്ടില്ല, വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ അപ്രായോഗികമാണ്, ഈ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പൂരം നടത്താൻ കഴിയുമോ എന്ന് സംശയമുണ്ട്, ആനകളിൽ നിന്നും മേളക്കാരും മറ്റും 50 മീറ്റർ ദൂരം പാലിക്കണം എന്നത് ഒരിക്കലും പ്രായോഗികമല്ല, സർക്കുലർ ഉടൻ പിൻവലിക്കണമെന്നുമാണ് പാറമേക്കാവ് ദേവസ്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടെ ഈ വിഷയം തൃശൂരിലെ തിരഞ്ഞെടുപ്പ് ചൂടിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. അതിശക്തമായ ത്രികോണ മത്സരമാണ് തൃശൂരിൽ നടക്കാൻ പോകുന്നത്. വിശ്വാസങ്ങൾ ചർച്ചയാക്കി വോട്ട് നേടുകയാണല്ലോ BJPയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ BJP ഒഴിവാക്കില്ലായിരിക്കും എന്ന് വേണം ചിന്തിക്കാൻ. 16-ാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സർക്കുലർ. ആനകളെല്ലാം കേരളത്തിന്റെ പല ഭാഗത്തുള്ള സാഹചര്യത്തിൽ എങ്ങനെ ഫിറ്റ്നസ് നൽകുമെന്ന ചോദ്യത്തിന് നടുവിലാണ് ദേവസ്വവും ഉള്ളത്. തൃശൂരിൽ തന്നെ പ്രധാന പൂരങ്ങളെല്ലാം അടുത്ത ദിവസങ്ങളിലായി നടന്നിരുന്നു. അതിലൊന്നിലും ഈ മാനദണ്ഡങ്ങൾ ബാധകമായിരുന്നില്ല എന്നതാണ് കൂടുതലായി തൃശൂർ പൂരപ്രേമികളിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത്. മാത്രമല്ല, പൂരം കൊടിയേറാനിരിക്കുമ്പോഴാണ് കോടതിയുടെ ഈ നിർദ്ദേശം പുറത്തു വരുന്നത്. 19-നാണ് പൂരം നടക്കുക. ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നിലുണ്ടായിരിക്കുന്ന നീക്കം വനം വകുപ്പിന്റേതാണെന്ന ആരോപണം ശക്തമായിരിക്കുകയാണ്. ഇതെല്ലാം ഇരട്ടിയായി തിരഞ്ഞെടുപ്പിലും ചർച്ചയാകുമെന്നത് സംശയമില്ലാത്ത കാര്യമാണ്.